നോക്കൂ സുഹൃത്തുക്കളെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്നത് ലളിതമായ സ്വഭാവമുള്ള നേരെ വാ നേരെ പോ എന്ന രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. ആരെയും ഉപദ്രവിക്കാത്ത, എല്ലാവരിലും നന്മ മാത്രം കാണുന്നവരാണ് ഏറ്റവും കൂടുതൽ ചതിക്കും വഞ്ചനയ്ക്കും ഇരയാകുന്നത്. നിങ്ങളിൽ എത്രപേർ കണ്ണുമടച്ച് മറ്റൊരാളെ വിശ്വസിച്ച് ഒടുവിൽ പശ്ചാത്തപിച്ചിട്ടുണ്ട്? എത്രപേർക്ക് സ്വന്തം എന്ന് കരുതിയവരിൽ നിന്ന് തന്നെ പിന്നിൽ നിന്നും കുത്തേറ്റു? ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ചാണക്യനീതിയിലെ ആ അമൂല്യമായ കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ ആർക്കും നിങ്ങളെ ചൂഷണം ചെയ്യാനോ വഞ്ചിക്കാനോ കഴിയില്ല. നിങ്ങളുടെ ശത്രു എത്ര തന്ത്രശാലിയാണെങ്കിലും, നിങ്ങളുടെ ചുറ്റുമുള്ളവർ എത്ര വലിയ അഭിനയക്കാരാണെങ്കിലും, ഈ നീതികൾ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾ എപ്പോഴും ജാഗരൂകരായിരിക്കും. വിജയം നിങ്ങളുടേതായിരിക്കും. ഇത് ശരിക്കും സാധ്യമാണോ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. അതെ, തീർച്ചയായും സാധ്യമാണ്. ചാണക്യന്റെ തന്ത്രങ്ങൾ നിങ്ങൾ സ്വീകരിച്ചാൽ ആർക്കും നിങ്ങളെ വിഡ്ഢിയാക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്നത്തെ ഈ ആദ്യ അധ്യായത്തിൽ നിങ്ങളെ ചതിക്കാൻ പോകുന്നവരെ എങ്ങനെ തിരിച്ചറിയാമെന്നും എല്ലാത്തരം വഞ്ചനകളിൽ നിന്നും എങ്ങനെ സ്വയം സംരക്ഷിക്കാമെന്നും നമുക്ക് പഠിക്കാം. നോക്കൂ, ഓരോ വഞ്ചകനിലും 5 ലക്ഷണങ്ങളുണ്ടാകും. അവരെ പിടികൂടാനുള്ള ഏറ്റവും എളുപ്പവഴിയാണിത്. ഈ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ പഠിച്ചാൽ പിന്നെ ആർക്കും നിങ്ങളെ പറ്റിക്കാൻ കഴിയില്ല. 1. മധുരമായ വർത്തമാനം. പക്ഷേ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നവർ ഏറ്റവും മധുരമായി സംസാരിക്കുന്നവരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ജാഗ്രതയോടെ കാണേണ്ടത്. ഇത് ചാണക്യന്റെ നീതിയാണ്. ഓരോ വഞ്ചകനും നിങ്ങളുടെ മുന്നിൽ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനായി അഭിനയിക്കും. അവർ നിങ്ങളെ പുകഴ്ത്തും, നിങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റും. എന്നാൽ അവസരം കിട്ടുമ്പോൾ തന്നെ അവർ നിങ്ങളെ താഴെയിടാൻ ഗൂഢാലോചന നടത്തും. തിരിച്ചറിയാനുള്ള വഴി: ആരെങ്കിലും നിങ്ങളെ അമിതമായി സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ജാഗ്രത പാലിക്കുക. ആരെങ്കിലും നിങ്ങളുടെ മുന്നിൽ വെച്ച് മറ്റൊരാളെക്കുറിച്ച് നിരന്തരം മോശമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവർ നാളെ മറ്റൊരാളുടെ മുന്നിൽ വെച്ച് നിങ്ങളെയും മോശമായി സംസാരിക്കും. എല്ലാവരുമായി പെട്ടെന്ന് അലിഞ്ഞു ചേരുന്നവർ പലപ്പോഴും കാപട്യത്തിൽ മിടുക്കരായിരിക്കും. 2. ആവശ്യഘട്ടത്തിൽ അപ്രത്യക്ഷമാകുന്നവർ. മോശം സമയത്തും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. എന്നാൽ വഞ്ചകർ സ്വന്തം ലാഭത്തിനു വേണ്ടി മാത്രമായിരിക്കും നിങ്ങളുടെ അടുത്ത് വരിക. അവർക്ക് നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളിടത്തോളം അവർ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായി തുടരും. എന്നാൽ നിങ്ങൾക്ക് അവരെ ഏറ്റവും ആവശ്യം വരുന്ന ദിവസം അവർ അപ്രത്യക്ഷരാകും. തിരിച്ചറിയാനുള്ള വഴി: നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ആരാണ് കൂടെയുള്ളതെന്ന് ശ്രദ്ധിക്കുക. കാര്യസാധ്യത്തിനു വേണ്ടി മാത്രം നിങ്ങളുമായി ബന്ധം പുലർത്തുന്നവരെ അകറ്റി നിർത്തുക. ആപത്തുകാലത്ത് നിങ്ങളുടെ ഫോൺ പോലും എടുക്കാത്തവൻ നിങ്ങളുടെ യഥാർത്ഥ മിത്രമല്ല. 3. രഹസ്യങ്ങൾ ചോർത്തുന്നവർ. സ്വന്തം കാര്യം രഹസ്യമാക്കി വയ്ക്കാൻ അറിയാത്തവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളും മറച്ചുവെക്കാൻ കഴിയില്ല. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ പറയുന്നവൻ നാളെ മറ്റൊരാളുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ രഹസ്യങ്ങളും വെളിപ്പെടുത്തും. തിരിച്ചറിയാനുള്ള വഴി: നിങ്ങളുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ പറയുന്നവരോട് ഒരിക്കലും നിങ്ങളുടെ മനസ്സ് തുറക്കരുത്. എപ്പോഴും ഗോസിപ്പ് പറയുന്നവർ വിശ്വാസയോഗ്യരല്ല. നിങ്ങളുടെ സ്വകാര്യ കാര്യങ്ങൾ വിശ്വസ്തരായവരോട് മാത്രം പങ്കുവയ്ക്കുക. 4. നിർബന്ധിച്ച് വിശ്വാസം പിടിച്ചുപറ്റുന്നവർ. എന്നെ വിശ്വസിക്കൂ എന്ന് ആവർത്തിച്ചു പറയുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത്. താൻ നല്ലവനാണെന്ന് തെളിയിക്കാൻ സത്യസന്ധനായ ഒരാൾ ഒരിക്കലും ശ്രമിക്കില്ല. എന്നാൽ സ്വന്തം സ്വഭാവത്തെക്കുറിച്ച് നിരന്തരം ന്യായീകരണം നൽകുന്നയാൾ എന്തോ തെറ്റ് ചെയ്യുന്നുണ്ട്. തിരിച്ചറിയാനുള്ള വഴി: സ്വയം സത്യസന്ധനാണെന്ന് തെളിയിക്കാൻ ഓരോ തവണയും ശ്രമിക്കുന്ന ആൾ സംശയത്തിന്റെ നിഴലിലാണ്. യഥാർത്ഥ മനുഷ്യർ തങ്ങളുടെ പ്രവൃത്തിയിലൂടെയാണ് തിരിച്ചറിയപ്പെടുന്നത്, അല്ലാതെ ആവർത്തിച്ചുള്ള ന്യായീകരണങ്ങളിലൂടെയല്ല. 5. അകാരണമായി മറ്റുള്ളവരെ നിന്ദിക്കുന്നവർ. ചാണക്യൻ പറയുന്നു, എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുന്നവരുടെ മനസ്സിൽ എന്തെങ്കിലും കൗശലം ഒളിഞ്ഞിരിപ്പുണ്ടാകും. കാരണം സത്യസന്ധനായ മനുഷ്യൻ സ്വന്തം ജോലിയിൽ തിരക്കായിരിക്കും. എന്നാൽ കൗശലക്കാരൻ മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിച്ച് അവരെ താഴെയിടാൻ ഗൂഢാലോചന നടത്തുന്നു. തിരിച്ചറിയാനുള്ള വഴി: എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുന്നവരിൽ നിന്ന് അകലം പാലിക്കുക. മറ്റുള്ളവരുടെ തെറ്റുകൾ വലുതാക്കി കാണിക്കുന്നവൻ ഒരു ദിവസം നിങ്ങൾക്കും ദോഷം ചെയ്യും. ചാണക്യൻ പറയുന്നു, ചതിക്കപ്പെട്ടവനല്ല വിഡ്ഢി, മറിച്ച് ഒരേ കെണിയിൽ വീണ്ടും വീണ്ടും വീഴുന്നവനാണ് വിഡ്ഢി. വഞ്ചകരുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. 1. നിങ്ങളുടെ രഹസ്യങ്ങൾ ആരോടും പറയരുത് സുഹൃത്തുക്കളെ. ചാണക്യൻ പറയുന്നു, സ്വന്തം പദ്ധതികൾ എല്ലാവരോടും ആദ്യം തന്നെ വിളിച്ചു പറയുന്നവനാണ് ഏറ്റവും വലിയ വിഡ്ഢി. ആരും നിങ്ങളെ ഉപദ്രവിക്കരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പദ്ധതികൾ രഹസ്യമായി വയ്ക്കാൻ പഠിക്കുക. നിങ്ങളുടെ മുന്നിൽ ചിരിക്കുകയും എന്നാൽ പിന്നിൽ നിന്ന് നിങ്ങളുടെ കാലിൽ വലിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ ഈ ലോകത്തുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിങ്ങളുടെ ലക്ഷ്യം, പണം, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, പദ്ധതികൾ എന്നിവ എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടുത്തരുത്. നിങ്ങളുടെ കാര്യം സാധിക്കുന്നതുവരെ നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നുവെന്ന് ആരോടും പറയരുത്. നിങ്ങൾ രഹസ്യങ്ങൾ പറയുന്ന വ്യക്തി വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണോ എന്ന് പരിശോധിക്കുക. 2. വികാരങ്ങൾക്ക് അടിമപ്പെട്ട് തീരുമാനങ്ങളെടുക്കരുത്. വികാരങ്ങൾ നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനതയായി മാറിയേക്കാം. വഞ്ചകർ ആദ്യം ലക്ഷ്യമിടുന്നത് നിങ്ങളുടെ വികാരങ്ങളെയാണ്. അവർ സഹതാപം കാണിച്ചോ അല്ലെങ്കിൽ അത്യാഗ്രഹം നൽകിയോ നിങ്ങളെ വലയിൽ വീഴ്ത്തും. സ്വയം എങ്ങനെ ശക്തനാക്കാം? ആരുടെയും പ്രേരണയിൽപ്പെട്ട് പെട്ടെന്ന് തീരുമാനമെടുക്കരുത്.
ഓരോ കാര്യവും യുക്തിയുടെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ അളക്കുക. 3. എല്ലാവരോടും നിങ്ങളുടെ ബലഹീനത കാണിക്കരുത്. നിങ്ങളുടെ ബലഹീനതകൾ അറിയുന്നവർ തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ദോഷം വരുത്തുക. നിങ്ങൾ ആരോടെങ്കിലും ബലഹീനതകൾ പങ്കുവച്ചാൽ ഒരു ദിവസം അവർ അത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാം. 2 പേർ സുഹൃത്തുക്കളായിരിക്കുമ്പോൾ അവർ പരസ്പരം ബലഹീനതകൾ അറിയുന്നു. എന്നാൽ അവർ ശത്രുക്കളാകുമ്പോൾ ആദ്യം ആ ബലഹീനതകൾ തന്നെയാണ് അവർക്കെതിരെ ഉപയോഗിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിങ്ങളുടെ ബലഹീനതയെ ശക്തിയായി മാറ്റുക. അപ്പോൾ ആർക്കും നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ കഴിയില്ല. എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരോട് മാത്രം നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ പറയുക. എപ്പോഴും ഒരു ദുരൂഹത കാത്തുസൂക്ഷിക്കുക. അപ്പോൾ ആർക്കും നിങ്ങളുടെ മനസ്സ് വായിക്കാൻ കഴിയില്ല. 4. എല്ലാവരെയും സുഹൃത്താക്കേണ്ട ആവശ്യമില്ല. ചിരിക്കുന്നവരെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളല്ല. ഈ കാലത്ത് പലരും ആരെയും പെട്ടെന്ന് സുഹൃത്തുക്കളാക്കുന്നു, സ്വകാര്യ രഹസ്യങ്ങൾ പറയുന്നു, ഒടുവിൽ വഞ്ചിക്കപ്പെടുന്നു. ചാണക്യൻ പറയുന്നു, സൗഹൃദം ആലോചിച്ചു മാത്രം ചെയ്യണം, അല്ലാത്തപക്ഷം ആ സുഹൃത്ത് തന്നെ ഒരു ദിവസം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാകും. യഥാർത്ഥ സുഹൃത്തിനെ എങ്ങനെ തിരിച്ചറിയാം? പറയാതെ തന്നെ നിങ്ങളുടെ ദുഃഖം മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. മോശം സമയത്ത് സ്വാർത്ഥതയില്ലാതെ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ മിത്രം. സൗഹൃദം സ്ഥാപിക്കുന്നതിനു മുമ്പ് വ്യക്തിയുടെ സ്വഭാവം പരിശോധിക്കുക, എങ്കിൽ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരില്ല. 5. സൗജന്യമായി കിട്ടുന്നവയുടെ പിന്നാലെ പോകരുത്. സൗജന്യമായി കിട്ടുന്ന എന്തിനും വലിയൊരു വില നൽകേണ്ടിവരും. ഇന്ന് പലരും സൗജന്യമായ കാര്യങ്ങളുടെ പുറകെ പോയി വഞ്ചിക്കപ്പെടുന്നു. ഉദാഹരണത്തിന്, അധ്വാനമില്ലാതെ പണം സമ്പാദിക്കാനുള്ള വഴി പറഞ്ഞുതരാമെന്ന് ആരെങ്കിലും പറയുന്നു, അല്ലെങ്കിൽ ഫീസില്ലാതെ വലിയ ആളാക്കാമെന്ന് പറയുന്നു. എന്നാൽ ഓർക്കുക, ഈ ലോകത്ത് എല്ലാത്തിനുമൊരു വിലയുണ്ട്. അധ്വാനമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ വലിയ ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കുക. വഞ്ചകരെ അവരുടെ തന്നെ കളിയിൽ തോൽപ്പിക്കാനുള്ള ചാണക്യന്റെ 3 ശക്തമായ തന്ത്രങ്ങൾ. ഇതുവരെ വഞ്ചകരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് നിങ്ങൾ മനസ്സിലാക്കി. എന്നാൽ ആരെങ്കിലും നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? അതിനായി ചാണക്യൻ 3 തന്ത്രങ്ങൾ പറയുന്നു. 1. നിരീക്ഷണ നയം ഉപയോഗിക്കുക. ആദ്യം എതിരാളിയുടെ നീക്കം മനസ്സിലാക്കുക. ആരെങ്കിലും നിങ്ങളെ ചതിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അവരുടെ പദ്ധതി മനസ്സിലാക്കുക. ആരെങ്കിലും നിങ്ങളെ വിഡ്ഢിയാക്കുകയാണെന്ന് തോന്നിയാൽ ഉടൻ ജാഗരൂകരാകുക. അവരോട് പറയാതെ തന്നെ നിങ്ങളുടെ സുരക്ഷയ്ക്കുള്ള തന്ത്രം മെനയുക. 2. മൗനം പാലിച്ചുകൊണ്ട് നീങ്ങുക. എപ്പോഴും നിഗൂഢമായിരിക്കുക. നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സത്യമറിയാമെന്ന് അവരെ അറിയിക്കരുത്. മൗനം പാലിക്കുക. അവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുക. എന്നിട്ട് ശരിയായ സമയത്ത് തിരിച്ചടിക്കുക. 3. ശത്രുവിനെ ദുർബലനാക്കുക. അവരുടെ ആയുധം അവർക്കെതിരെ ഉപയോഗിക്കുക. ആരെങ്കിലും നിങ്ങളെ നിരന്തരം ചതിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ബലഹീനത കണ്ടുപിടിച്ച് അത് ഉപയോഗിക്കുക. ശത്രുവിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവരുടെ തന്ത്രം അവർക്കെതിരെ തന്നെ ഉപയോഗിക്കുക എന്നതാണ്. ചാണക്യൻ പറയുന്നു, യുദ്ധം ചെയ്യുന്നവനല്ല ശക്തൻ, യുദ്ധം ചെയ്യാതെ ജയിക്കുന്നവനാണ് ശക്തൻ. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, മറിച്ച് ശത്രു സ്വയം തോൽക്കുന്ന രീതിയിലുള്ള തന്ത്രങ്ങൾ കൗശലപൂർവ്വം നടപ്പിലാക്കുകയാണ് വേണ്ടത്. യുദ്ധം ചെയ്യാതെ ശത്രുക്കളെ തോൽപ്പിക്കാനുള്ള 5 പ്രധാന നിയമങ്ങൾ. 1. നിങ്ങളുടെ യഥാർത്ഥ ശക്തി ശത്രുവിനെ കാണിക്കരുത്. സുഹൃത്തുക്കളെ, പലരും ചെയ്യുന്ന തെറ്റാണിത്. അവർ തങ്ങളുടെ യഥാർത്ഥ ശക്തി എല്ലാവരുടെയും മുന്നിൽ പ്രകടിപ്പിക്കും. എന്നാൽ ചാണക്യൻ പറയുന്നു, തന്റെ യഥാർത്ഥ ശക്തി മറച്ചുവെക്കുന്നവന് മാത്രമേ ശരിയായ സമയത്ത് ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയൂ. നിങ്ങൾക്ക് പ്രത്യേക അറിവോ കഴിവോ പദ്ധതിയോ ഉണ്ടെങ്കിൽ അതെല്ലാവരോടും പറയരുത്. നിങ്ങൾ ദുർബലനാണെന്ന തെറ്റിദ്ധാരണയിൽ ശത്രുവിനെ നിലനിർത്തുക. എന്നാൽ വാസ്തവത്തിൽ നിങ്ങൾ വളരെ ശക്തനായിരിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിങ്ങളുടെ അറിവ്, സമ്പത്ത്, ശക്തി എന്നിവ പ്രദർശിപ്പിക്കരുത്. എപ്പോഴും പദ്ധതികൾ രഹസ്യമായി വെക്കുക. ശരിയായ സമയത്ത് മാത്രം നടപ്പിലാക്കുക. നിങ്ങൾ ദുർബലനാണെന്ന് എതിരാളികൾ കരുതട്ടെ, അപ്പോൾ അവർ നിങ്ങളെ നിസ്സാരമായി കാണും. 2. ശത്രുവിന്റെ ബലഹീനതകൾ തിരിച്ചറിയുക. എന്നാൽ നിങ്ങളുടേത് പറയരുത്. ഓരോ മനുഷ്യനും എന്തെങ്കിലും ബലഹീനതയുണ്ടാകും. ഒരാളുടെ ഉദ്ദേശ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ബലഹീനതകൾ തിരിച്ചറിയുക. എന്നാൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബലഹീനത ആരോടും പറയരുത്. നിങ്ങളുടെ ബലഹീനതയറിയുന്നവൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ ദോഷം ചെയ്യും. സ്വയം എങ്ങനെ സംരക്ഷിക്കാം? ശത്രുവിന്റെ ബലഹീനതകൾ മനസ്സിലാക്കി കൃത്യസമയത്ത് ഉപയോഗിക്കുക. ഒരിക്കലും വികാരങ്ങൾക്കടിമപ്പെട്ട് സ്വന്തം ബലഹീനതകൾ വെളിപ്പെടുത്തരുത്. നിങ്ങളുടെ ബലഹീനതയെക്കുറിച്ച് കൂടെ സംസാരിക്കുന്ന വ്യക്തിയെ സൂക്ഷിക്കുക. 3. ഒരിക്കലും നേരിട്ട് ഏറ്റുമുട്ടരുത്. കൗശലത്തോടെ വിജയിക്കുക. ഒരാൾ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ടെങ്കിൽ അവരോട് നേരിട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ശത്രു സ്വയം തോൽക്കുന്ന രീതിയിൽ ബുദ്ധിപൂർവ്വം നീക്കങ്ങൾ നടത്തണം. ചാണക്യൻ പറയുന്നു, സിംഹം തന്റെ ശക്തി കാണിക്കാൻ എപ്പോഴും ഗർജിക്കാറില്ല, മറിച്ച് ശരിയായ സമയത്ത് ആക്രമിക്കുന്നു. ഈ തന്ത്രം ഉപയോഗിക്കുക. ആരെങ്കിലും നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരെ അവഗണിക്കുക. അവരുടെ ബലഹീനത മനസ്സിലാക്കുക. ഒരു വഴക്കിലും നേരിട്ട് എടുത്തുചാടരുത്. ആദ്യം പൂർണ്ണമായ തന്ത്രമുണ്ടാക്കുക. എപ്പോഴും ബുദ്ധി ഉപയോഗിച്ച് യുദ്ധം ചെയ്യാതെ തന്നെ ജയിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുക. 4. എതിരാളിയെ അവരുടെ തന്നെ തന്ത്രത്തിൽ കൊടുക്കുക. ആരെങ്കിലും നിങ്ങളെ നിരന്തരം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ തന്ത്രം അവർക്കെതിരെ തന്നെ ഉപയോഗിക്കണം.
വിഷത്തെ വിഷം കൊണ്ട് കൊല്ലുന്നതുപോലെ ശത്രുവിന്റെ നീക്കം അവർക്കെതിരെ ഉപയോഗിക്കുക. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ ആളുകൾ അവരുടെ വാക്കുകൾ വിശ്വസിക്കാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുക. ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ പദ്ധതിയിടുന്നുണ്ടെങ്കിൽ മിണ്ടാതെ അവരുടെ പദ്ധതി മനസ്സിലാക്കി അവരെ അതേ കെണിയിൽ കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: എപ്പോഴും ക്ഷമയോടെയിരിക്കുക. എതിരാളിയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുക. അവരുടെ ബലഹീനതകൾ ശരിയായ സമയത്ത് മുതലെടുക്കുക. അവരുടെ തന്ത്രങ്ങൾ അവർക്കെതിരെ തന്നെ ഉപയോഗിച്ച് അവരെ പരാജയപ്പെടുത്തുക. 5. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെ ഒരിക്കലും നിങ്ങളുടെ ദേഷ്യം അറിയിക്കരുത്. ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അവർ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ ചാണക്യൻ പറയുന്നു, സ്വന്തം ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തവന് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. ആരെങ്കിലും നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം ശാന്തനായിരിക്കുന്നുവോ അത്രത്തോളം എതിരാളി ഭയപ്പെടും. ദേഷ്യം കാണിക്കുന്നത് നിങ്ങളുടെ ബലഹീനത വെളിപ്പെടുത്തുന്നതിന് തുല്യമാണ്. മാനസികമായി എങ്ങനെ ശക്തനാകാം? ആരെങ്കിലും നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ശാന്തനായിരിക്കുക. എപ്പോഴും ഒരുപടി മുന്നിൽ ചിന്തിക്കുക. വികാരങ്ങൾക്ക് പകരം യുക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുക. ആരെങ്കിലും നിരന്തരം ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കി അവരെ അവരുടെ തന്നെ വലയിൽ വീഴ്ത്തുക. യുദ്ധം ചെയ്യാതെ വിജയിക്കാനുള്ള ചാണക്യന്റെ 3 ഏറ്റവും ശക്തമായ തന്ത്രങ്ങൾ. ഇതുവരെ ശത്രുക്കളെ എങ്ങനെ ഒഴിവാക്കാമെന്നും തോൽപ്പിക്കാമെന്നും നിങ്ങൾ മനസ്സിലാക്കി. ഇനി നിങ്ങളെ എപ്പോഴും വിജയിപ്പിക്കുന്ന 3 പ്രധാന തന്ത്രങ്ങൾ നോക്കാം. 1. എപ്പോഴും നിഗൂഢമായ ഒരു വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുക. നിങ്ങളുടെ പദ്ധതികൾ, ചിന്തകൾ, ശക്തി എന്നിവയെല്ലാം ആളുകൾ അറിഞ്ഞാൽ അവർ നിങ്ങളെ തോൽപ്പിക്കാൻ പദ്ധതിയിടും. അതുകൊണ്ട് എപ്പോഴും ഒരു നിഗൂഢത നിലനിർത്തുക. അപ്പോൾ ആർക്കും നിങ്ങളുടെ യഥാർത്ഥ ശക്തി തിരിച്ചറിയാൻ കഴിയില്ല. 2. ശത്രുവിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരെ തോൽപ്പിക്കുക. നിങ്ങളുടെ എതിരാളിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കവരെ എളുപ്പത്തിൽ തോൽപ്പിക്കാം. അവരുടെ ചിന്തകൾ മനസ്സിലാക്കുക, ഉദ്ദേശ്യങ്ങൾ പരിശോധിക്കുക, എന്നിട്ട് നിങ്ങളുടെ തന്ത്രം രൂപപ്പെടുത്തുക. 3. ആർക്കും നിങ്ങളെ വിഡ്ഢിയാക്കാൻ കഴിയാത്തവിധം ബുദ്ധി മൂർച്ചയുള്ളതാക്കുക. ബുദ്ധിമാനായ വ്യക്തിയാണ് എല്ലാ യുദ്ധവും ജയിക്കുന്നത്. ആർക്കും നിങ്ങളെ പറ്റിക്കാൻ കഴിയാത്തവിധം നിങ്ങളുടെ ചിന്തകളെ ശക്തമാക്കിയാൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടില്ല. ചാണക്യൻ പറയുന്നു, ആരെയെങ്കിലും തോൽപ്പിക്കണമെങ്കിൽ ആദ്യം അവരുടെ ബുദ്ധിയെ കീഴടക്കുക. ഇതിനർത്ഥം നിങ്ങളുടെ ബുദ്ധി മൂർച്ചയുള്ളതാണെങ്കിൽ ആർക്കും നിങ്ങളെ വിഡ്ഢിയാക്കാൻ കഴിയില്ല എന്നാണ്. നിങ്ങൾക്ക് ശത്രുക്കളെ തിരിച്ചറിയാൻ മാത്രമല്ല അവരെ അവരുടെ തന്നെ തന്ത്രത്തിൽ കൊടുക്കാനും കഴിയും. ഇത് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം. എന്നാൽ ചാണക്യൻ പറയുന്നു, പാമ്പിനെ എത്രത്തോളം ഭയപ്പെടുന്നുവോ അത്രത്തോളം വിഡ്ഢിയായ മനുഷ്യനെയും സൂക്ഷിക്കണം. കാരണം വിഡ്ഢിയായ മനുഷ്യനും വിഷമുള്ളവനാണ്. ചിന്തിക്കാതെ തീരുമാനമെടുക്കുന്ന, എന്തിനും എടുത്തുചാടുന്ന, അല്ലെങ്കിൽ യുക്തിയില്ലാതെ വികാരങ്ങൾക്കടിമപ്പെട്ട് തീരുമാനമെടുക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കണം. സ്വയം രക്ഷിക്കാൻ ഇത് ചെയ്യുക. വിഡ്ഢികളായ ആളുകളെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് അകലം പാലിക്കുക. ആരെങ്കിലും നിരന്തരം തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉപദേശം സ്വീകരിക്കരുത്. വികാരങ്ങൾക്കടിമപ്പെട്ട് ഒരു തീരുമാനവും എടുക്കരുത്. മറിച്ച് എല്ലാ കാര്യങ്ങളെയും യുക്തിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുക. ഇന്നത്തെ ലോകത്ത് പലരും മധുരമായി സംസാരിക്കും, എന്നാൽ അവരുടെ മനസ്സിൽ വേറെന്തോ പദ്ധതിയായിരിക്കും. ചാണക്യൻ പറയുന്നു, വാക്കുകളിൽ വീഴരുത്, മറിച്ച് ഒരാൾ ഏതുദ്ദേശത്തോടെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കുക. ആരെങ്കിലും നിങ്ങളെ ഒരു കാര്യത്തിനായി നിരന്തരം നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാരണമില്ലാതെ അമിതമായ സ്നേഹവും ബഹുമാനവും നൽകുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തോ സ്വാർത്ഥലാഭം ആഗ്രഹിക്കുന്നുണ്ടാകാം. ബുദ്ധി മൂർച്ചയുള്ളതാക്കാൻ ഇത് ചെയ്യുക. ചിന്തിക്കാതെ ആരുടെയും വാക്കുകൾ വിശ്വസിക്കരുത്. ഓരോ തവണയും എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയുന്നതെന്ന് ചിന്തിക്കുക. അയാളുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കാം? എപ്പോഴും ആളുകളുടെ വാക്കുകളേക്കാൾ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുക. ജീവിതത്തിൽ ഒരിക്കലും വിഡ്ഢിയാകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിവ് നേടുക എന്നതാണ്. ചാണക്യൻ പറയുന്നു, അറിവില്ലാത്തവൻ എപ്പോഴും മറ്റുള്ളവരുടെ കളിപ്പാവയായി മാറുന്നു. നിങ്ങളെത്തന്നെ ശക്തനാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുക. അറിവില്ലാത്തവനെയാണ് മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയുക. ഇക്കാര്യം ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും പുസ്തകങ്ങൾ വായിക്കുക. നല്ല കാര്യങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ ശീലിക്കുക. എല്ലാ സാഹചര്യത്തിലും വികാരങ്ങളെയല്ല, ബുദ്ധിയെ ഉപയോഗിക്കുക. ഇന്നത്തെ ലോകത്ത് കാണുന്നതുപോലെയായിരിക്കില്ല പലരും. നല്ലവരായി അഭിനയിച്ച് നിങ്ങളുടെ അടുത്തെത്തുന്ന പലരും പിന്നീട് നിങ്ങളെ ചതിക്കും. ചാണക്യൻ പറയുന്നു, മുഖം വായിക്കാനുള്ള കല പഠിച്ചവനെ ആർക്കും ചതിക്കാൻ കഴിയില്ല. ഈ കലയിൽ നിങ്ങൾ മിടുക്കനായാൽ ആരാണ് നിങ്ങൾക്ക് നല്ലതെന്നും ആരാണ് നല്ലതല്ലാത്തതെന്നും എപ്പോഴും മനസ്സിലാക്കാൻ കഴിയും. ചിന്താശേഷി കൂട്ടാൻ ഇത് ചെയ്യുക. ഒരാളെയും അവരുടെ പുറമോടി കണ്ട് വിലയിരുത്തരുത്, മറിച്ച് അവരുടെ പെരുമാറ്റം മനസ്സിലാക്കുക. എന്ത് ഉദ്ദേശ്യത്തോടെയാണ് ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വരുന്നതെന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. ആരെങ്കിലും അമിതമായി മധുരം പുരട്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ ജാഗ്രത പാലിക്കുക. ആരെങ്കിലും നിങ്ങളെ വിഡ്ഢിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അവർ നിങ്ങളുടെ വികാരങ്ങളെ ലക്ഷ്യമിടും. അവർ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കും, സങ്കടപ്പെടുത്തും, അല്ലെങ്കിൽ അത്യാഗ്രഹം നൽകും. എന്നാൽ ചാണക്യൻ പറയുന്നു, സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കുന്നവനെ ആർക്കും ചതിക്കാൻ കഴിയില്ല. വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ ആർക്കും നിങ്ങളെ വിഡ്ഢിയാക്കാൻ കഴിയില്ല. സ്വയം ചതിയിൽ നിന്ന് രക്ഷിക്കാൻ ആരെങ്കിലും നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ശാന്തനായിരിക്കുക.
ആരെങ്കിലും പ്രലോഭനങ്ങൾ കാണിക്കുമ്പോൾ ഒന്നുനിന്ന് അതിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണെന്ന് ചിന്തിക്കുക. വികാരങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം സൂക്ഷിക്കുക. എപ്പോഴും യുക്തിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുക. ആർക്കും നിങ്ങളെ വിഡ്ഢിയാക്കാൻ കഴിയാത്ത ചാണക്യന്റെ 3 ശക്തമായ നയങ്ങൾ. ഇതുവരെ ബുദ്ധി എങ്ങനെ മൂർച്ചയുള്ളതാക്കാമെന്നും വഞ്ചകരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും നിങ്ങൾ പഠിച്ചു. ഇനി നിങ്ങളെ എപ്പോഴും ജാഗരൂകരും വിജയികളുമാക്കുന്ന 3 പ്രധാന നയങ്ങൾ നോക്കാം. 1. നിങ്ങളുടെ ബലഹീനതകൾ ഒരിക്കലും ആരോടും പറയരുത്. നിങ്ങളുടെ ബലഹീനതകൾ അറിഞ്ഞാൽ ആർക്കും നിങ്ങളെ എളുപ്പത്തിൽ ചതിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ബലഹീനതകൾ നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തുക. 2. തെറ്റുകളിൽ നിന്ന് പഠിക്കുക. ആർക്കും നിങ്ങളെ വീണ്ടും വിഡ്ഢിയാക്കാൻ കഴിയില്ല. ആരെങ്കിലും നിങ്ങളെ ഒരിക്കൽ ചതിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കരുത്. ഓരോ തെറ്റിൽ നിന്നും പഠിക്കുക. ബുദ്ധി മൂർച്ചയുള്ളതാക്കുക. 3. എപ്പോഴും ജാഗ്രത പാലിക്കുക. മധുരമായി സംസാരിക്കുന്നവരെ സൂക്ഷിക്കുക. ആരെങ്കിലും നിങ്ങളെ അമിതമായി പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ചതിക്കാൻ ശ്രമിക്കുകയാകാം. അതുകൊണ്ട് എപ്പോഴും ജാഗ്രത പാലിക്കുക. ബുദ്ധി ഉപയോഗിക്കുക. ചാണക്യൻ പറയുന്നു, വഞ്ചകരെ തിരിച്ചറിയാനുള്ള കല അറിയാത്തവൻ വീണ്ടും വീണ്ടും വഞ്ചിക്കപ്പെടുന്നു. ചിലർ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ അവരുടെ കാര്യം കഴിഞ്ഞാൽ അവർ അപ്രത്യക്ഷമാകും. ചാണക്യൻ പറയുന്നു, സ്വാർത്ഥനായ മനുഷ്യൻ തനിക്ക് ലാഭമുള്ളത് മാത്രമേ ചെയ്യൂ, ബാക്കിയെല്ലാം അയാൾക്ക് വ്യർത്ഥമാണ്. അത്തരക്കാരെ തിരിച്ചറിയാൻ ഒരാൾ എപ്പോഴാണ് നിങ്ങളെ സഹായിക്കുന്നതെന്നും എപ്പോഴാണ് നിങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതെന്നും ശ്രദ്ധിക്കുക. ആവശ്യഘട്ടത്തിൽ മാത്രം വരുന്നവൻ യഥാർത്ഥ സുഹൃത്തല്ല. അത്തരക്കാരിൽ നിന്ന് അകലം പാലിക്കുക. എല്ലാ സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നവരെ മാത്രം വിശ്വസിക്കുക. ആരെങ്കിലും എപ്പോഴും നിങ്ങളെ പുകഴ്ത്തുന്നു, നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ശരിവെക്കുന്നു, നിങ്ങളുടെ തെറ്റുകൾ ഒരിക്കലും ചൂണ്ടിക്കാണിക്കുന്നില്ല എങ്കിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ തെറ്റുകൾ പറഞ്ഞുതരാത്തവൻ ഒന്നുകിൽ വിഡ്ഢിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. ചാണക്യൻ പറയുന്നു, പലപ്പോഴും ആളുകൾ നിങ്ങളെ പുകഴ്ത്തുന്നത് നിങ്ങളുടെ അടുത്തെത്താനും പിന്നീട് ചതിക്കാനും വേണ്ടിയാണ്. സ്വയം രക്ഷിക്കാൻ ആരുടെയും അമിതമായ പുകഴ്ത്തലുകളിൽ കണ്ണുമടച്ച് വിശ്വസിക്കരുത്. ആ വ്യക്തി വാക്കുകളിൽ മാത്രം നല്ലതാണോ അതോ നിങ്ങൾക്ക് വേണ്ടി ശരിക്കും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എന്തിനാണ് ഇയാൾ ഇത്ര നല്ലവനാകാൻ ശ്രമിക്കുന്നതെന്ന് എപ്പോഴും ചിന്തിക്കുക. നിങ്ങളുടെ മുന്നിൽ വളരെ നല്ലവനായി അഭിനയിക്കുകയും എന്നാൽ പിന്നിൽ നിന്ന് നിങ്ങളെ കുറ്റം പറയുകയും ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. ചാണക്യൻ പറയുന്നു, പാമ്പും വഞ്ചകനും തമ്മിലുള്ള വ്യത്യാസമിതാണ്. പാമ്പ് വിഷം ഒറ്റത്തവണ നൽകുന്നു, എന്നാൽ വഞ്ചകൻ സാവധാനം വിഷം പരത്തുന്നു. അത്തരക്കാർക്ക് എപ്പോഴും 2 മുഖങ്ങളുണ്ട്. അവരെ തിരിച്ചറിയാൻ ഒരാൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കുക. മറ്റുള്ളവരെക്കുറിച്ച് പിന്നിൽ നിന്ന് കുറ്റം പറയുന്നവൻ നിങ്ങളെക്കുറിച്ചും അതുതന്നെ ചെയ്യും. ആരെങ്കിലും നിങ്ങൾക്കെതിരെ കള്ളപ്രചരണം നടത്തുന്നതായി തോന്നിയാൽ അവരെ വിശ്വസിക്കുന്നത് ഉടൻ നിർത്തുക. എപ്പോഴും കണ്ണും കാതും തുറന്നുവെക്കുക. വഞ്ചകർ കാണാൻ നല്ലവരായിരിക്കാം, എന്നാൽ അവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കാത്ത, നിങ്ങളുടെ നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കുന്നതിനു പകരം അതിനെ ചെറുതാക്കി കാണിക്കാൻ ശ്രമിക്കുന്ന വ്യക്തി നിങ്ങളുടെ കൂടെയല്ല, മറിച്ച് നിങ്ങൾക്കെതിരാണ് എന്ന് മനസ്സിലാക്കുക. അസൂയയുള്ള വ്യക്തി ഒരിക്കലും സുഹൃത്താകില്ല. നിങ്ങളെ എപ്പോൾ താഴെയിടാം എന്ന അവസരം കാത്തിരിക്കുകയാണവർ. അസൂയയുള്ളവരിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കാത്തവരെ തിരിച്ചറിയുക. നിങ്ങളുടെ വിജയത്തെ ഇകഴ്ത്തുന്നവരിൽ നിന്ന് അകലം പാലിക്കുക. നിങ്ങളുടെ വളർച്ചയെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നവരുടെ കൂടെ എപ്പോഴും നിൽക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇടയ്ക്കിടെ വാഗ്ദാനങ്ങൾ നൽകുകയും സമയം വരുമ്പോൾ പിന്മാറുകയും ചെയ്യുന്ന ആരെങ്കിലുമുണ്ടോ? ഉണ്ടെങ്കിൽ അയാൾ വഞ്ചകനാണെന്ന് മനസ്സിലാക്കുക. ചാണക്യൻ പറയുന്നു, വാക്കുമാറുന്നവനെ ഒരിക്കലും വിശ്വസിക്കരുത്. അത്തരക്കാർ കാണാൻ നല്ലവരായിരിക്കും, എന്നാൽ നിങ്ങൾക്ക് അവരെ ഏറ്റവും ആവശ്യമുള്ളപ്പോൾ അവർ നിങ്ങളെ തനിച്ചാക്കും. തിരിച്ചറിയാൻ ഒരാൾ വർത്തമാനം മാത്രമേ ഉള്ളോ അതോ പ്രവൃത്തിയുമുണ്ടോ എന്ന് നോക്കുക. വാഗ്ദാനങ്ങൾ നൽകി ലംഘിക്കുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത്. വാക്കും പ്രവൃത്തിയും ഒന്നായവർക്ക് മാത്രം ജീവിതത്തിൽ സ്ഥാനം നൽകുക. നിങ്ങൾ ഒരിക്കലും വഞ്ചിക്കപ്പെടാതിരിക്കാനുള്ള ചാണക്യന്റെ 3 ശക്തമായ നയങ്ങൾ. ഇതുവരെ വഞ്ചകരെ എങ്ങനെ തിരിച്ചറിയാം എന്ന് നിങ്ങൾ പഠിച്ചു. ഇനി നിങ്ങളെ എപ്പോഴും സുരക്ഷിതരാക്കുന്ന 3 നയങ്ങൾ നോക്കാം. 1. നിങ്ങളുടെ രഹസ്യങ്ങൾ ആരോടും പറയരുത്. ആരും നിങ്ങളെ ചതിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ നിങ്ങളിൽ തന്നെ സൂക്ഷിക്കുക. ആർക്കും അറിയാത്ത രഹസ്യമുള്ളവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. 2. പെട്ടെന്നാരെയും വിശ്വസിക്കരുത്. ഒരാളെ നന്നായി അറിയില്ലെങ്കിൽ അവരെ പൂർണ്ണമായി വിശ്വസിക്കരുത്. വിശ്വസിക്കുന്നതിനു മുമ്പ് ആ വ്യക്തി വിശ്വാസയോഗ്യനാണോ എന്ന് പരിശോധിക്കുക. 3. എപ്പോഴും ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ ബുദ്ധിയാണ്. നിങ്ങൾ എപ്പോഴും ജാഗരൂകരാണെങ്കിൽ ആർക്കും നിങ്ങളെ ചതിക്കാൻ കഴിയില്ല. മൂർച്ചയുള്ള ബുദ്ധിയുള്ളവനെ ആർക്കും വിഡ്ഢിയാക്കാൻ കഴിയില്ല. ചാണക്യൻ പറയുന്നു, ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ എളുപ്പമാണ്, എന്നാൽ സുഹൃത്ത് ചതിച്ചാൽ രക്ഷപ്പെടാൻ പ്രയാസമാണ്. കാണുമ്പോൾ ഗുണകാംക്ഷികളായി തോന്നുന്നവർ പലപ്പോഴും നിങ്ങളുടെ ബലഹീനതയറിഞ്ഞ് നിങ്ങളെ ഉപദ്രവിക്കാൻ ലക്ഷ്യമിടുന്നവരായിരിക്കും. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ ബലഹീനത അറിയുന്നവനാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ദോഷം വരുത്തുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചിലർ നിങ്ങളോട് അമിതമായി സ്വകാര്യ കാര്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും ദുർബലമായ വശം എന്താണെന്നറിയാൻ അവർ ആഗ്രഹിക്കുന്നു.
ആരെങ്കിലും നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങളിൽ അമിത താൽപര്യം കാണിക്കുന്നുണ്ടെങ്കിൽ ഭാവിയിൽ അവർ നിങ്ങളെ ചതിച്ചേക്കാം എന്നതിന്റെ സൂചനയാണത്. സുരക്ഷിതമായിരിക്കാൻ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എല്ലാവരുമായും പങ്കുവെക്കരുത്. ആരാണ് കാര്യങ്ങൾ അറിയാൻ മാത്രം ശ്രമിക്കുന്നത്, എന്നാൽ തിരിച്ചൊന്നും പങ്കുവെക്കാത്തത് എന്ന് നോക്കുക. നിങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുന്നവരുമായി മാത്രം പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ പങ്കുവെക്കുക. ഒരു മഹത്തായ പോരാളിയുടെ ഏറ്റവും വലിയ ശക്തി മുൻകൂട്ടി കാണാനുള്ള കഴിവാണ്. എതിരാളി എന്ത് നീക്കമാണ് നടത്താൻ പോകുന്നതെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ തോൽപ്പിക്കാം. ചാണക്യൻ പറയുന്നു, ശത്രുവിന്റെ ഓരോ നീക്കവും മുൻകൂട്ടി അറിയുന്നവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങൾക്കെതിരെ പദ്ധതിയിടുന്നു എന്ന് തോന്നിയാൽ ആദ്യം അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുക. ഗൂഢാലോചന തിരിച്ചറിയാൻ ആരെങ്കിലും പെട്ടെന്ന് അമിതമായി നല്ലവനാകാൻ തുടങ്ങിയാൽ ജാഗ്രത പാലിക്കുക. ആരെങ്കിലും നിങ്ങളുടെ ബലഹീനത ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ അത് മുതലെടുക്കാൻ പോകുകയാണെന്ന് മനസ്സിലാക്കുക. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. സംശയാസ്പദമായി എന്തെങ്കിലും തോന്നിയാൽ ഉടൻ ജാഗ്രത പാലിക്കുക. പലപ്പോഴും വഞ്ചകർ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കും. നിങ്ങൾ ദേഷ്യപ്പെട്ട് തെറ്റായ തീരുമാനമെടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ ചാണക്യൻ പറയുന്നു, ബുദ്ധിമാൻ എപ്പോഴും സംയമനം പാലിക്കുന്നു, കാരണം ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. ആരെങ്കിലും നിങ്ങളെ വീണ്ടും വീണ്ടും പ്രകോപിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം നിങ്ങളുടെ തെറ്റ് കണ്ടുപിടിച്ച് അത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുക എന്നത് മാത്രമാണ്. ക്ഷമയോടെയിരിക്കാൻ. ദേഷ്യത്തിൽ ഒരിക്കലും വലിയ തീരുമാനമെടുക്കരുത്. ആരെങ്കിലും മനഃപൂർവ്വം പ്രകോപിപ്പിക്കുമ്പോൾ ശാന്തനായിരിക്കുക. നിങ്ങളുടെ മൗനം കൊണ്ട് അവരെ തോൽപ്പിക്കുക. എപ്പോഴും ചിന്തകളെയും തീരുമാനങ്ങളെയും നിയന്ത്രിക്കുക. വികാരങ്ങൾക്ക് അടിമപ്പെടരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായിടത്തും വഞ്ചകർ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇനി ആരെയും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ ചാണക്യൻ അതിനൊരു മികച്ച പരിഹാരം നൽകുന്നു. ചുറ്റും ഇരുട്ടാണെങ്കിൽ വെളിച്ചം അന്വേഷിച്ചു പോകാതെ സ്വയം ഒരു ദീപമായി മാറുക. ഇതിനർത്ഥം ആർക്കും നിങ്ങളെ ചതിക്കാൻ കഴിയാത്ത വിധം നിങ്ങൾ സ്വയം ശക്തനാവുക എന്നാണ്. അജയ്യനാകാൻ സ്വന്തം ബലഹീനതകൾ തിരിച്ചറിഞ്ഞ് അവയെ ശക്തിയാക്കി മാറ്റുക. കണ്ണുമടച്ച് ആരെയും വിശ്വസിക്കുന്നതിനു പകരം ആദ്യം അവരെ പരീക്ഷിക്കുക. നിങ്ങളുടെ വിവേകത്തെയും ക്ഷമയെയും ഏറ്റവും വലിയ ആയുധമാക്കുക. നിങ്ങളെ എപ്പോഴും ഒരുപടി മുന്നിലെത്തിക്കുന്ന ചാണക്യന്റെ 3 തന്ത്രങ്ങൾ. ഇതുവരെ വഞ്ചകരെ തിരിച്ചറിഞ്ഞ് അവരെ എങ്ങനെ തോൽപ്പിക്കാം എന്ന് നിങ്ങൾ പഠിച്ചു. ഇനി നിങ്ങളെ എപ്പോഴും വിജയിപ്പിക്കുന്ന 3 പ്രധാന ചാണക്യതന്ത്രങ്ങൾ അറിയാം. 1. ഏറ്റവും തന്ത്രശാലിക്കും നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്താൻ കഴിയില്ല. ഇത് ചെയ്താൽ ആരുടെയും വാക്കുകൾ പെട്ടെന്ന് വിശ്വസിക്കരുത്. ആദ്യം പരിശോധിക്കുക. ഒരാൾ എത്രത്തോളം നല്ലവനായി കാണപ്പെടുന്നുവോ അത്രത്തോളം ജാഗ്രത പാലിക്കുക. കാരണം ഏറ്റവും മധുരമായി പെരുമാറുന്നവരാണ് കൂടുതൽ തന്ത്രശാലികൾ. ഓരോരുത്തരുടെയും ഉദ്ദേശ്യങ്ങൾ സമയം കൊണ്ട് തിരിച്ചറിയുക. എടുത്തുചാടി തീരുമാനമെടുക്കരുത്. 2. എപ്പോഴും ശത്രുവിന്റെ അടുത്ത നീക്കം പ്രവചിക്കുക. ആരെങ്കിലും നിങ്ങൾക്കെതിരെ പദ്ധതിയിടുന്നതായി തോന്നിയാൽ മുൻകൂട്ടി തയ്യാറെടുക്കുക. വഞ്ചകരുടെ നീക്കങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുക. അവരുടെ തന്ത്രങ്ങൾ നേരത്തെ തിരിച്ചറിയുക. എപ്പോഴും ജാഗ്രതയോടെയിരിക്കുക. നിങ്ങളെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ളവരിൽ നിന്ന് മുൻകൂട്ടി സുരക്ഷ ഉറപ്പാക്കുക. 3. ഏറ്റവും വലിയ കൗശലക്കാരനെ തോൽപ്പിക്കാൻ ക്ഷമയും ബുദ്ധിയും ആയുധമാക്കുക. ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് പ്രതികരിക്കരുത്. ഓരോ തീരുമാനവും ആലോചിച്ചെടുക്കുക. എടുത്തുചാടി തെറ്റുകൾ വരുത്തരുത്. കഴിയുന്നത്ര നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളിൽ തന്നെ ഒതുക്കുക. ചാണക്യൻ പറയുന്നു, ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം അവൻ നിങ്ങളെ ശത്രുവായി കാണാതിരിക്കുക എന്നതാണ്. ഏറ്റവും വലിയ ചതി നൽകുന്നത് ആരാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശത്രുവല്ല, ദൂരെയുള്ള ആളുമല്ല, മറിച്ച് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് ഏറ്റവും വലിയ ചതി നൽകുന്നത്. ചാണക്യൻ പറയുന്നു, ശത്രു എപ്പോഴും മുന്നിൽ നിന്ന് ആക്രമിക്കുന്നു, എന്നാൽ സുഹൃത്ത് പിന്നിൽ നിന്ന് കുത്തുന്നു. അതുകൊണ്ട് ചതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആദ്യ നിയമം നിങ്ങളുടെ ഉറ്റവരെയും നിരീക്ഷിക്കുക എന്നതാണ്. ഉറ്റവരുടെ യഥാർത്ഥ മുഖമറിയാൻ ആരാണ് നിങ്ങളുടെ മുന്നിൽ നല്ലതും പിന്നിൽ നിങ്ങൾക്കെതിരെയും സംസാരിക്കുന്നതെന്ന് നോക്കുക. ആരെങ്കിലും നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുന്നില്ലെങ്കിൽ അയാൾ യഥാർത്ഥ മിത്രമല്ല. എപ്പോഴും ആളുകളുടെ വാക്കുകളെക്കാൾ അവരുടെ പ്രവൃത്തികളെ നോക്കുക. ആരെയെങ്കിലും പൂർണ്ണമായി മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റായിരിക്കും. ചാണക്യൻ പറയുന്നു, പാമ്പിന് എത്ര പാൽ കൊടുത്താലും അത് കൊത്തുക തന്നെ ചെയ്യും. ഇതിനർത്ഥം ഒരു വഞ്ചകൻ വീണ്ടും ചതിക്കുമെന്നാണ്. അതുകൊണ്ട് അത്തരക്കാരെ തിരിച്ചറിഞ്ഞ് എന്നേക്കുമായി ഒഴിവാക്കുക. വഞ്ചകനെ എന്നേക്കുമായി തോൽപ്പിക്കാൻ ഒരിക്കൽ ചതിച്ചവനെ വീണ്ടും വിശ്വസിക്കരുത്. ആരെങ്കിലും ഇടയ്ക്കിടെ വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് അകലം പാലിക്കുക. എപ്പോഴും തണുത്ത മനസ്സോടെ തീരുമാനമെടുക്കുക. വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ഒരു തെറ്റും ചെയ്യരുത്. പലപ്പോഴും ആളുകൾ നിങ്ങളെ ചതിക്കാൻ മധുരമായി സംസാരിക്കുന്നു. നിങ്ങൾ അവരുടെ വാക്കുകളിൽ കുടുങ്ങണമെന്നും ബുദ്ധി ഉപയോഗിക്കാതിരിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നു. ചാണക്യൻ പറയുന്നു, അമിതമായി മധുരം പറയുന്നവനെ ഒരിക്കലും വിശ്വസിക്കരുത്. ആരെങ്കിലും നിങ്ങളെ വല്ലാതെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ബുദ്ധി എപ്പോഴും മൂർച്ചയുള്ളതാക്കാൻ എല്ലാറ്റിനെയും യുക്തിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുക. വികാരങ്ങൾക്ക് അടിമപ്പെട്ട് തീരുമാനമെടുക്കരുത്. ആരെങ്കിലും അമിതമായി മുഖസ്തുതി പറയുമ്പോൾ അവരുടെ ഉദ്ദേശ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. എപ്പോഴും ശാന്തമായും ക്ഷമയോടെയും കാര്യങ്ങളെ കാണാൻ ശീലിക്കുക.
വഞ്ചകനെ തോൽപ്പിക്കാനുള്ള 3 ഉറപ്പായ ചാണക്യതന്ത്രങ്ങൾ. ഇതുവരെ വഞ്ചകരെ എങ്ങനെ തിരിച്ചറിയാമെന്നും അവരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും നിങ്ങൾ പഠിച്ചു. ഇനി നിങ്ങളെ എപ്പോഴും വിജയിപ്പിക്കുന്ന 3 ശക്തമായ നയങ്ങൾ അറിയാം. 1. ആർക്കും ഉപദ്രവിക്കാൻ കഴിയാത്തവിധം സ്വയം ശക്തനാക്കുക. വികാരങ്ങളെ നിയന്ത്രിക്കുക. ദേഷ്യത്തിലോ ഭയത്തിലോ ഒരിക്കലും തീരുമാനമെടുക്കരുത്. എപ്പോഴും അറിവ് വർദ്ധിപ്പിക്കുക. പഠനം നിർത്തുന്നവൻ ദുർബലനാകുന്നു. 2. ബലഹീനതയെ ശക്തിയാക്കി മാറ്റുക. ആരെങ്കിലും നിങ്ങളെ ദുർബലനാണെന്ന് കരുതിയാൽ അത് തെറ്റാണെന്ന് തെളിയിക്കുക. ഒരിക്കലും നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും ആരോടും പറയരുത്. നിങ്ങളുടെ പദ്ധതി എല്ലാവരോടും പങ്കുവച്ചാൽ ആളുകൾ അത് മുതലെടുക്കും. സ്വകാര്യകാര്യങ്ങൾ എല്ലാവരോടും പറയരുത്. ഏറ്റവും വലിയ കളി എപ്പോഴും രഹസ്യമായിട്ടാണ് നടക്കുന്നത്. കാര്യം സാധിക്കുന്നതുവരെ തന്ത്രം രഹസ്യമായി വയ്ക്കുക. 3. ഏറ്റവും വലിയ വഞ്ചകനുപോലും നിങ്ങളുടെ നീക്കം മനസ്സിലാകില്ല. ഇത് ചെയ്താൽ നിങ്ങൾ അവരുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന തോന്നൽ അവരിലുണ്ടാക്കുക. എന്നാൽ വാസ്തവത്തിൽ നിങ്ങളെല്ലാം അറിയുന്നുണ്ടാകണം. ശത്രുവിനെ എപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുക. അവർ നിങ്ങളെ ദുർബലനാണെന്ന് കരുതുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ശക്തി കാണിക്കുക. നിങ്ങളെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവനെ ബുദ്ധിശക്തി കൊണ്ട് തോൽപ്പിക്കുക. ഇതാണ് ചാണക്യന്റെ ഏറ്റവും വലിയ പാഠം. ഈ നയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ ആർക്കും നിങ്ങളെ ചതിക്കാൻ കഴിയില്ല. ചാണക്യൻ പറയുന്നു, തന്ത്രം മനസ്സിലാക്കുന്നവനല്ല ബുദ്ധിമാൻ, തന്ത്രത്തെ തോൽപ്പിക്കുന്നവനാണ് ബുദ്ധിമാൻ. നിങ്ങളുടെ ജീവിതത്തിൽ ചാണക്യന്റെ നയങ്ങൾ പകർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആർക്കും നിങ്ങളെ വിഡ്ഢിയാക്കാൻ കഴിയരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓരോ തന്ത്രശാലിയെയും അവരുടെ തന്നെ കളിയിൽ കുടുക്കി വിജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ ചാനലായ ചാണക്യ ഇൻസ്പയർഡ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ചാണക്യനീതിയുടെ ഓരോ രഹസ്യവും അറിയാൻ കൂടെയുണ്ടാവുക. ഓർക്കുക, പഠിക്കുന്നവനാണ് വിജയിക്കുന്നത്. ചാണക്യന്റെ നയങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതം മാറ്റാൻ തയ്യാറെടുക്കൂ.